വെൽക്കം ബാക്ക് ടു സെനി ടോക്സ്. ഞാൻ സെനി റമീത്തിലെ. നമ്മൾ വീട്ടിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഫുഡ് പ്രിപ്പയർ ചെയ്താൽ, അല്ലെങ്കിൽ പുറത്തു നിന്ന് എന്തെങ്കിലും ഒരു ഐസ്ക്രീം, ചോക്ലേറ്റ് അതുപോലെ എന്തെങ്കിലും ഒന്ന് നമ്മൾ വാങ്ങിച്ചാൽ നമ്മൾ എല്ലാവർക്കും ഷെയർ ചെയ്യുന്ന കൂട്ടത്തിൽ വീട്ടിൽ ഉമ്മയോ ഉമ്മാമയോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടെ ഷെയർ ചെയ്യുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, വേണ്ട എനിക്കിതൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അവർ അത് വാങ്ങിക്കില്ല. അല്ലെങ്കിൽ അവരുടെ ഷെയർ വാങ്ങിച്ചിട്ട് അവർ ചെയ്യുന്ന കാര്യം, വീട്ടിൽ കൊച്ചുമക്കളോ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കും. അപ്പോൾ ഈ അമ്മമാർക്ക് കൊച്ചുമക്കളെയും മക്കളെയും ഒന്നും എത്ര സ്നേഹിച്ചാലും മതി വരില്ല. എന്ത് കിട്ടിയാലും അവർക്ക് കൊടുക്കാനാണ് താല്പര്യപ്പെടുന്നത് അല്ലേ? പക്ഷെ അവർക്ക് ഇഷ്ടമുള്ള ഫുഡായിരിക്കും. പക്ഷെ അവരുടെ ആ ഇഷ്ടമുള്ള ഫുഡാണ് നമ്മൾ കൊടുക്കുന്നത്. അവർക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ പോലും അവർ കഴിക്കാതെ അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യും. അപ്പോൾ തൻ്റെ ഇഷ്ടങ്ങളെക്കാൾ അപ്പുറത്ത് മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിച്ച് നമ്മൾ ഹസ്ബൻഡിനെ ആയാലും മക്കളെ ആയാലും മറ്റുള്ളവരെയും എത്ര സ്നേഹിച്ചാലും അവർക്ക് എത്ര കൊടുത്താലും മതി വരാത്ത സ്ത്രീകളാണ് അല്ലേ? മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ത്യാഗം സഹിക്കാനും തയ്യാറായി നിൽക്കുന്ന സ്ത്രീകളാണ്. പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളിലാണ് ഇത്തരം സ്വഭാവങ്ങൾ കാണാറുള്ളത്. അധിക വീട്ടിലും കാണുന്ന ഒരു കാര്യമുണ്ട്. കൂടുതൽ ആൺകുട്ടികളുള്ള വീട്ടിലാണ് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് ഒരിക്കലും മക്കളും ഹസ്ബൻഡ് എത്ര ലേറ്റായി വന്നാൽ പോലും വിശപ്പ് സഹിച്ച് ഇവരെ വെയിറ്റ് ചെയ്ത് ഹസ്ബൻഡും കുട്ടികളും വന്ന് ഭക്ഷണം കഴിച്ച് ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രം കഴിക്കുന്ന സ്ത്രീകളുണ്ട്. ബാലൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന സ്ത്രീകൾ, അവര് രാവിലെ മുതൽ വൈകിട്ട് വരെ വീട്ടിൽ പല ജോലികളായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷെ അവരൊരിക്കലും അവരുടെ ഹെൽത്തിനെ പറ്റിയോ ഒന്നും ആലോചിക്കാതെ മക്കൾക്കും ഭർത്താവിനും വേണ്ടി അങ്ങനെ ജീവിതം ഒഴിഞ്ഞു വെക്കുന്ന സ്ത്രീകളാണ്. പക്ഷെ അധിക വീട്ടിലും കൂടുതൽ ആണുങ്ങളുള്ള വീടുകളിലൊക്കെ അവര് പുറത്ത് പോയി അവരുടെ വർക്ക് പ്രഷർ, അവരുടേതായ തിരക്കിൽ വന്ന് അവർ ഭക്ഷണം കഴിച്ചിട്ട് പോകും. അവർ ടേബിളിൽ എന്താണോ കൊണ്ടുവെക്കുന്നത് അത് അവർ കഴിച്ചിട്ട് പോകും. അവർ ചിലപ്പോൾ അവരുടെ തിരക്കിൽ ശ്രദ്ധിക്കണമെന്നില്ല, വീട്ടിൽ ബാലൻസ് ഫുഡ് ഉണ്ടോ, എന്താ അമ്മക്ക് ബാലൻസ് ഉണ്ടോ അല്ലെ ഭാര്യക്ക് ബാലൻസ് ഉണ്ടോ എന്നൊന്നും അവർ ചിന്തിക്കും. അവരുടെ മുന്നിൽ കൊണ്ടുവെക്കുന്ന ഭക്ഷണം അവർ കഴിച്ചിട്ട് പോകും അവരുടെ തിരക്കിൽ. പക്ഷെ സ്ത്രീകൾ ഒരു കാര്യമുണ്ട്, കിച്ചണിൽ ഭക്ഷണം പ്രിപ്പയർ ചെയ്താൽ അത് മുഴുവനായിട്ടും ടേബിളിൽ കൊണ്ടുവച്ചിട്ട് നമുക്ക് വേണ്ടി ഒന്നും മാറ്റി വെക്കില്ല. സ്ത്രീകൾ അവർക്ക് വേണ്ടി മാറ്റി വെക്കാതെ മറ്റുള്ളവരെ കഴിപ്പിക്കാനും മറ്റുള്ളവരുടെ ആരോഗ്യത്തിൽ ഭയങ്കര ശ്രദ്ധ, മറ്റുള്ളവരുടെ കാര്യങ്ങളെല്ലാം ശ്രദ്ധ. പക്ഷെ അവനവന്റെ കാര്യത്തിൽ, അവനവന്റെ ഫുഡിന്റെ കാര്യത്തിൽ, അവനവന്റെ ഹെൽത്തിന്റെ കാര്യത്തിലൊന്നും ശ്രദ്ധിക്കാത്ത സ്ത്രീകളാണ് കൂടുതലും. അത് എത്രയോ കഥകൾ മുമ്പത്തെ സ്ത്രീകളെ, പക്ഷെ ഇപ്പൊ പുതിയ പുതിയ ആളുകളിൽ മാറ്റങ്ങളുണ്ട്. കുറെയൊക്കെ അവരെ സെൽഫ് കെയറിങ് ചെയ്യുന്ന ആളുകളാണ്. പക്ഷെ പഴയ തലമുറ നമ്മുടെ ഉമ്മമാരും ഒക്കെ ശ്രദ്ധിക്കുമ്പോൾ കൂടുതൽ ഈ ടൈപ്പ് ആളുകളാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്യുക. ഭക്ഷണമാണെങ്കിൽ പോലും നമ്മളൊരു സ്പെഷ്യൽ ഫുഡ് കൊണ്ടുകൊടുത്ത് അവര് പല കാരണങ്ങൾ പറയും. ഒന്നെങ്കിൽ എനിക്കിത് പറ്റില്ല, അല്ലെ വയറിന് പറ്റില്ല, അല്ലെ ഗ്യാസാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞ് കഴിക്കില്ല. പിന്നെ ആദ്യം കുറെ സമയം നമ്മളിങ്ങനെ നിർബന്ധിക്കും, കഴിക്കാതാവും. പിന്നെ നമ്മൾ കൊടുക്കാതെയാവും. പിന്നീട് എപ്പോഴെങ്കിലും എനിക്ക് ഈ ഫുഡൊന്ന് കഴിച്ച് നോക്കാന്ന് വിചാരിക്കുന്ന സമയത്ത് വീട്ടുകാർ കൊടുക്കൂല. കാരണം കഴിക്കില്ലല്ലോ, വെറുതെ നിർബന്ധിച്ചിട്ടെന്നാ വിചാരിക്കും. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഇഷ്ടങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വീട്ടിൽ എന്ത് ഫുഡാണോ ഉണ്ടാക്കുന്നത്, എത്ര ക്വാണ്ടിറ്റി ആണോ അത് എല്ലാവർക്കും ഒരേപോലെ ഷെയർ ചെയ്ത് നമ്മുടെ ഷെയർ നമുക്ക് കഴിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അത് മറ്റൊരാൾ നമുക്ക് വിശപ്പ് തോന്നുന്നത് എപ്പോഴാണോ ആ സമയത്ത് നമുക്ക് കഴിക്കാം. മറ്റുള്ളവരുടെ ഫുഡ് അവിടെ മാറ്റി വെച്ചാൽ മതിയല്ലോ. അവർ വരുമ്പോൾ കഴിക്കൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വിശപ്പ് സഹിക്കേണ്ട ആവശ്യമില്ല. ഭർത്താവിനെയും മക്കളെയും മറ്റു കുടുംബാംഗങ്ങളെയും കെയർ ചെയ്യുന്ന കാര്യത്തിലും സ്നേഹിക്കുന്നതിന്റെ തിരക്കിനിടയിലും സ്വന്തം ആരോഗ്യത്തിനും സ്വന്തം ഇഷ്ടങ്ങൾക്കും വില കൽപ്പിക്കാത്ത സ്ത്രീകൾ, നാളെ നമുക്ക് ഒരു ആരോഗ്യ പ്രശ്നം വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു അസുഖമായി കഴിഞ്ഞാൽ ഒരാഴ്ച, ഒരു 1 വീക്ക് എല്ലാവരും നമ്മളെ കെയർ ചെയ്ത് കൊണ്ടു നടക്കും. ഒരു 1 വീക്ക് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ കറുത്ത മുഖം നമ്മൾ കാണേണ്ടി വരും. എന്നും അസുഖങ്ങളാണ്, അല്ലെങ്കിൽ എന്നും ഇവർക്കൊണ്ട് പ്രോബ്ലമാണ് എന്നുള്ള രീതിയിൽ മനസ്സ് മടുക്കും മറ്റുള്ളവർക്ക്. അതുകൊണ്ട് അവനവന്റെ ആരോഗ്യം സംരക്ഷിച്ചാൽ മാത്രമേ മറ്റുള്ളവരെ കെയർ ചെയ്യാനുള്ള ആരോഗ്യം നമുക്ക് വേണമല്ലോ. അതിന് സമയത്ത് പ്രോപ്പറായിട്ട് ഭക്ഷണം കഴിക്കുക, നമ്മളെ ഇഷ്ടങ്ങൾക്ക് വില കൊടുക്കുക, സ്വയം സ്നേഹിച്ചിട്ട് മറ്റുള്ളവരെയും കൂടി സ്നേഹിക്കാൻ ശ്രമിക്കുക. അതല്ലേ വേണ്ടത്. ചില വീടുകളിൽ കാണാൻ രാവിലെ ഏർലി മോർണിംഗിൽ കിച്ചണിൽ കയറി കഴിഞ്ഞാൽ പിന്നെ രാത്രി 12 മണി വരെ കിച്ചണിൽ ഉരുളുന്ന എത്രയോ സ്ത്രീകളുണ്ട്. ഒരു പ്ലാനിങ് ഇല്ലാതെ ഫുൾ ടൈം കിച്ചൺ അങ്ങനെ. അപ്പോൾ
നമ്മൾ ഫുള്ള് അടുക്കള ജോലികളിൽ ഒതുങ്ങി മറ്റുള്ളവർക്കുള്ള ഭക്ഷണം ഓരോ ആളുകൾക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കും. ആ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പ്രിപ്പയർ ചെയ്ത് വീട് ക്ലീൻ ചെയ്ത് ഇവര് ഫ്രീ ആവണേ തന്നെ എനിക്ക് അടുത്തറിയുന്ന എത്രയോ സ്ത്രീകളുണ്ട് അങ്ങനെ. അതേപോലെ ഒരു ലഞ്ച് ഇവര് കഴിക്കുക എപ്പോഴാണെന്ന് അറിയാം, വൈകുന്നേരം 5 മണി 6 മണി ടൈമിലാണ് ലഞ്ച് കഴിക്കുക. കാരണം എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീടൊക്കെ ക്ലീൻ ചെയ്ത് മൊത്തം വീട് പണി കഴിഞ്ഞാൽ മാത്രമേ ഇവർക്ക് ഭക്ഷണം ഉള്ളിലേക്ക് പോകുള്ളൂ. അപ്പോഴേക്ക് എന്നും ഇതൊരു സ്ഥിരം സംഭവമാകുമ്പോൾ നമ്മുടെ ആരോഗ്യം ക്ഷയിക്കാൻ വേറെ എങ്ങോട്ടും പോകണ്ടല്ലോ. അപ്പോൾ അത് എപ്പോഴും നമ്മള് നമ്മുടെ ഭക്ഷണ കാര്യത്തിലും ആരോഗ്യത്തിലൊക്കെ ഈ പറയുന്ന, ഞാൻ ഇതിലൊക്കെ പെർഫെക്റ്റ് ആണെന്നൊന്നും ഒന്നും പറയുന്നില്ല, ഈ പറയുന്ന സ്ത്രീ സഹജമായ പല വീക്ക്നെസ്സും എന്നിലുമുണ്ട്. പക്ഷെ ഞാനത് ട്രൈ ചെയ്യാറുണ്ട് മാറ്റാൻ വേണ്ടിയിട്ട്. എനിക്ക് കറക്റ്റ് ടൈമിന് ഭക്ഷണം കഴിക്കാനൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അതേപോലെ പുരുഷന്മാരോടും പറയാനുള്ളത്, നമ്മളെ വീട്ടിലെ സ്ത്രീകള് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതോടൊപ്പം അവരെയും വിളിച്ചിരുത്തി ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുന്നത് നല്ലതാവും. കാരണം അമ്മമാരെയായാലും ഭാര്യമാരെയായാലും ഒന്നിച്ചിരുത്തി അവർക്ക് വിളമ്പിക്കൊടുത്ത് ഒന്നിച്ച് കഴിക്കുമ്പോൾ ഒരു സന്തോഷം വേറെ തന്നെയാണല്ലേ. പക്ഷെ പല സ്ത്രീകൾ അങ്ങനെ വിളിച്ചാൽ പോലും ഇപ്പൊ ഞാൻ കഴിക്കുന്നില്ല, ഞാൻ പിന്നെ കഴിച്ചോളാം, എന്റെ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് കഴിച്ചോളാം എന്ന് പറഞ്ഞ് എത്ര നിർബന്ധിച്ചാലും അവർ പോവില്ല. പക്ഷെ ഇവരുടെ ജോലിയൊക്കെ കഴിയുമ്പോഴേക്കും ഒരു സമയമാവും ഭക്ഷണം കഴിക്കാൻ. പക്ഷെ വീട്ടിലെ പുരുഷന്മാർ സ്ട്രിക്റ്റ് ആയിട്ടും സ്ത്രീകളടുത്ത് കൂടെ നിന്ന് ഒന്നിച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഒരു ലെവലിലേക്ക് അവരെ കൊണ്ടുവരിക എന്നുള്ളതാണ്. നമുക്ക് ഒന്നിച്ച് കഴിക്കാം എന്നുള്ള രീതി. അതേപോലെ സ്ത്രീകൾ മാറാൻ ശ്രമിക്കുക. ഓക്കെ, നമ്മുടെ ഹസ്ബൻഡിന്റെയും മക്കളുടെയും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുത്താൽ തന്നെ ഇതിനൊക്കെ കുറെ മാറ്റങ്ങൾ വരും. അതേപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം മക്കൾക്കും കൊച്ചുമക്കൾക്കും വേണ്ടി മാറ്റി വെക്കുന്നതിന് പകരം നമ്മുടെ ഷെയർ നമ്മൾ കഴിക്കുന്നതല്ല അവർക്ക് സന്തോഷം. ഞാനൊക്കെ എപ്പോഴും എൻ്റെ വീട്ടില് ഇപ്പൊ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ സാധനം ഉമ്മക്ക് കൊടുക്കുമ്പോൾ ഉമ്മ പറയും എനിക്കിത് പറ്റില്ല, എനിക്ക് ഗ്യാസ് അല്ലെങ്കിൽ പ്രഷറാ അല്ലെങ്കിൽ ഷുഗറാന്നൊക്കെ ഒക്കെ പറഞ്ഞിട്ട് വെറുതെയെങ്കിലും വേണ്ടാന്ന് വെക്കും. ഇപ്പൊ ഒരു ഐസ്ക്രീം ഒക്കെ ഇഷ്ടമായിരിക്കും, പക്ഷെ നമ്മൾ കൊടുത്താൽ പറയും എനിക്ക് വേണ്ട എനിക്ക് വേണ്ട എനിക്ക് വേണ്ട എന്ന് വെച്ചിട്ട് വാങ്ങി വെക്കും. എന്നിട്ട് അത് മക്കൾക്ക് വീതിച്ചു കൊടുക്കും. അപ്പൊ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കി അവർക്ക് കൊടുക്കുമ്പോൾ വേണ്ട 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 എന്നല്ലാതെ പറയില്ലേ. അപ്പൊ നമ്മൾ കൂടുതൽ നിർബന്ധിക്കുമ്പോൾ അവർക്ക് വെറുപ്പ് പിടിക്കും. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞില്ലേന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങൾ ഉമ്മമാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ ഒരു ഭക്ഷണം എല്ലാവരും കൂടെ അത് ഷെയർ ചെയ്ത് കഴിക്കുമ്പോൾ തന്നെ മറ്റുള്ള വീട്ടിലെല്ലാവർക്കും അതൊരു സന്തോഷമാകുന്നത്. അല്ലാതെ എനിക്ക് വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് മാറ്റി വെക്കുമ്പോൾ മക്കൾക്ക് അത് പ്രത്യേകിച്ച് സന്തോഷമൊന്നുമില്ല. അപ്പൊ നമ്മളൊരു ഉമ്മാക്കൊരു ഫുഡ് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ട്, ഉമ്മ അത് കഴിക്കുമ്പോഴല്ലേ നമുക്കതൊരു സന്തോഷം. അല്ലാതെ എനിക്ക് വേണ്ട വേണ്ട എന്ന് മാറ്റി വെച്ചാലേ കൂടുതൽ നമ്മൾ നിങ്ങൾക്ക് ഞാൻ നിർബന്ധിച്ചുകൊണ്ടിരിക്കണം എനിക്ക് വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് വെറുപ്പ് പിടിക്കുമ്പോൾ അത് മക്കൾക്ക് അത് കുറച്ചുകൂടെ ഒരു ടെൻഷൻ ആവല്ലേ ചെയ്യുക. അപ്പോൾ നമ്മളും കൂടെ കഴിക്കുമ്പോൾ ആ സന്തോഷത്തിൽ നമ്മളും കൂടെ പങ്കുചേരല്ലേ ചെയ്യണ്ടേ. അത് ഉമ്മമാരും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. എല്ലാത്തിലും പങ്കാളിയായിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അതില് പങ്കാളി എന്തും അതൊരു എന്താ പറയാ, എനിക്ക് അവർക്ക് ഞാനൊരു ബുദ്ധിമുട്ടാവോ അല്ലെങ്കിൽ ഞാൻ കഴിച്ചു പോയാൽ അവർക്കില്ലാതെ ആവോ എന്നുള്ള ചിന്തയൊക്കെ മാറ്റി വെച്ച് അവനവന്റെ കാര്യം നോക്കാൻ എങ്കിലും പഠിക്കണം. എല്ലാ ഉമ്മമാരോടാണ് ഞാൻ പറയുന്നത്, പിന്നെ ഞാൻ ഉൾപ്പെടുന്ന എല്ലാ സ്ത്രീകളോടും പറയുന്നത്. ഇപ്പൊ ഇത് എത്ര ജനറേഷൻ മാറി വന്നാലും ഈ അമ്മ മനസ്സ് എപ്പോഴും അമ്മ മനസ്സാണ് അല്ലെ. എവിടെ പോയാലും മക്കളെ പറ്റിയുള്ള ചിന്തയാണല്ലേ. എൻ്റെ ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. ഞാൻ ഒരു സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കൂടെ ഞാനൊരു സ്ഥലത്ത് എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ട് ഞാനൊരു സ്ഥലത്ത് പോവാണ്. അപ്പൊ ഞാൻ എൻ്റെ ഫ്രണ്ടിനെയും കൂടെ അവിടേക്ക് വിളിച്ചിട്ട് നമ്മൾ പോയി. അപ്പോൾ അവര് എനിക്ക് അവിടെ ഒരു ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ആ ഡ്യൂട്ടി കഴിഞ്ഞ് നമുക്ക് അവര് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് ഫുഡ് കഴിക്കാൻ പറ്റും. അപ്പൊ എല്ലാതരം ഐറ്റംസും ഉണ്ട്, എല്ലാതരം ഫുഡും നമുക്ക് വേണ്ട പക്ഷെ നമുക്ക് എനിക്ക് തോന്നുന്നു മാർക്കറ്റിൽ കിട്ടാത്ത പല രീതിയിലുള്ള സ്വീറ്റ്സ്, ഐസ്ക്രീംസ്, റൈസ് ഐറ്റംസ് എല്ലാം നമുക്ക് ചിലപ്പോൾ അത് മാർക്കറ്റിൽ അവൈലബിൾ അല്ല. അവരുടെ തന്നെ സ്റ്റാഫിനെ വെച്ചിട്ട് അവർക്ക് വേണ്ടി മാത്രം സ്പെഷ്യലായിട്ട് പ്രിപ്പയർ ചെയ്യും. അതോ നമ്മളിപ്പോൾ മാർക്കറ്റിൽ പോയി അതേ സാധനം അതേ ക്വാളിറ്റി അല്ലെങ്കിൽ അതേ സംഭവം നമുക്ക് കിട്ടൂല. ഞാനത് പുറത്ത് നോക്കിയിട്ടൊന്നും അവൈലബിൾ അല്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ട് അപ്പോൾ നമ്മളെ കഴിക്കാൻ ശ്രമിച്ച് നമ്മൾ കഴിക്കാൻ പോയി. അപ്പൊ എൻ്റെ ഫ്രണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് സ്പെഷ്യൽ അധികവും നല്ല സ്പെഷ്യൽ ഫുഡാണ്. അയ്യോ ഇത് കണ്ടിട്ട് എനിക്ക് ആൾക്ക് ഒരു കുട്ടിയുണ്ട്, മോനെ ഓർമ്മ വരുന്നു. അയ്യോ മോനെ പക്ഷെ കൂട്ടിയാൽ മതിയായിരുന്നില്ല. പക്ഷെ അത് അവിടെ കുട്ടികളൊന്നും അലൗഡ് അല്ല. പക്ഷെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞവരെ ഇവർ തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങിയപ്പോൾ അവർ പറയുന്ന
ഈ ഐറ്റം ഫുഡ് എന്റെ മോനും കൊണ്ട് കൊടുക്കായിരുന്നു ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു ഫുഡൊന്നും നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മളിപ്പോ നമ്മുടെ വർക്ക് സംബന്ധമായിട്ടോ എന്തെങ്കിലും ഒരു കാര്യത്തിന് പുറത്ത് പോകുമ്പോൾ നമ്മൾ അവിടുന്ന് കഴിക്കുന്ന ഫുഡ് നമ്മളെ കുട്ടികൾക്കും കൊണ്ടുകൊടുക്കണമെന്നും പറഞ്ഞാൽ അത് പ്രാക്ടിക്കൽ ആയ ഒരു കാര്യമല്ല. അപ്പൊ എപ്പോഴും അമ്മമാർ അങ്ങനെയാണ്, പുറത്ത് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഫുഡ് കഴിച്ചാലോ ഇതെന്റെ മകന് കൊടുത്തില്ലല്ലോ, എന്റെ മകൾക്ക് എനിക്കിത് വാങ്ങിക്കൊടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് കഴിക്കാൻ എന്തോ ഒരു കുറ്റബോധം പോലെയാണ്. നമുക്ക് എല്ലാ സ്ഥലത്തൊന്നും കുട്ടികളെയും കൂട്ടി പോകാൻ പറ്റില്ലല്ലോ. അതിന് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ആ പാർട്ടി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ചീസോ നമ്മളെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും ഒരു കുട്ടികൾക്ക് കൊണ്ടു കൊടുക്കുക, അതല്ലേ നമുക്ക് പറ്റത്തുള്ളൂ. അല്ലാതെ അത് കഴിഞ്ഞ് നമ്മൾ, പക്ഷെ അന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് ഒരു മകനെ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. ആ വരുമ്പോ പേഴ്സണലി നമ്മൾ സംസാരിച്ച കൂട്ടത്തിൽ എന്റെ ഫാമിലിയെ പറ്റിയൊക്കെ ചോദിച്ചപ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോ മോനുണ്ട് എന്ന് പറഞ്ഞപ്പോ അവര് വരുമ്പോ അവിടെ തന്നെ പ്രിപ്പയർ ചെയ്ത ഒരു സ്പെഷ്യൽ കേക്ക് എനിക്ക് തന്നിട്ട് പറഞ്ഞു ഇത് മകന് കൊടുക്കുന്നു. ഞാൻ കുറെ വേണ്ടാന്നൊന്നും പറഞ്ഞിട്ട് അവരെ സെക്രട്ടറി വണ്ടിയിൽ തന്നു, ഇത് മോന് കൊടുക്കാൻ വേണ്ടിയിട്ട് മാഡം തന്നതാണെന്ന് പറഞ്ഞിട്ട് തന്നു. അപ്പൊ നമ്മൾ അത് സ്വീകരിച്ചു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അതിൽ നിന്ന് പകുതി ഷെയർ ഞാൻ എന്റെ ഫ്രണ്ടിന് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു മോന് കൊടുക്കുന്നു. അപ്പൊ അവര് പറഞ്ഞു ഇത് മോന് കൊണ്ടുകൊടുക്കാൻ പറ്റും, എനിക്ക് ഭയങ്കര സന്തോഷം. എനിക്ക് അല്ലെങ്കിൽ ആ ഫുഡ് കഴിച്ചിട്ട് എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നുന്നുണ്ടായിരുന്നല്ലോ, മോന് വീട്ടിലുണ്ടല്ലോ, മോന് കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള എന്തോ ഒരു പക്ഷെ ഇതെങ്കിലും കൊണ്ടുകൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ ചിന്തിക്കുന്നത് എന്താ വെച്ചാൽ, ഓക്കെ സ്വാഭാവികമായിട്ട് നമ്മളെ മൈൻഡിൽ അപ്പൊ കുട്ടികളോടുള്ള സ്നേഹം ഉണ്ടാവും. പക്ഷെ നമ്മളൊരു സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് പോകുന്ന സ്ഥലത്തുനിന്ന് നമുക്ക് നമ്മളെ കുട്ടികൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഫുഡ് വാങ്ങിക്കാൻ പറ്റില്ലല്ലോ, കൊണ്ടുകൊടുക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ, നമ്മൾ പുറത്തുനിന്ന് എന്തെങ്കിലും ഒരു ഫുഡ് അവർക്ക് വാങ്ങിക്കൊണ്ട് കൊടുക്കുക, എന്തെങ്കിലും ഒരു സ്വീറ്റ്സ് എന്തെങ്കിലും കൊണ്ടുകൊടുക്കുക എന്നല്ലാതെ. അപ്പൊ ഇങ്ങനെ ഫുഡ് കഴിച്ചതിന് ശേഷം അവർക്ക് ഭയങ്കര കുറ്റബോധം പോലെ മനസ്സിൽ. എനിക്കൊരു മകനുണ്ട്, പക്ഷെ നമുക്കത് പ്രാക്ടിക്കൽ അല്ല. നമ്മൾ പോകുന്ന എല്ലാ ജോബ് സംബന്ധമായിട്ടൊക്കെ പോകുന്ന സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ പല പാർട്ടികളിൽ അറ്റൻഡ് ചെയ്യേണ്ടി വരും, പല ഏരിയകളിലും പോകേണ്ടി, അവിടെയൊക്കെ നമുക്ക് കുട്ടികളെയും കൊണ്ടൊന്നും പോകാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ആ ഒരു സിറ്റുവേഷൻ ആയിട്ട് ഇപ്പോഴത്തെ നോ പ്രോബ്ലം എന്നുള്ള രീതിയിൽ പോകും. പക്ഷെ ഇവര് വീട്ടിലെത്തുന്നത് വരെ വണ്ടിയിൽ ഇതന്നെ ഇപ്പൊ ഞാനിങ്ങനെ ആലോചിക്കണം, അവർക്ക് നല്ല എഡ്യൂക്കേഷൻ ഉള്ള സ്ത്രീയാണ്, എല്ലാം ആണ്. പക്ഷെ ഈ അമ്മ മനസ്സ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. എപ്പോഴും കുട്ടികളെ കുറിച്ച് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാതെ എന്തെങ്കിലും ഒരു ഭക്ഷണം നമ്മളെ വയറ്റിലെത്തിയോ അപ്പൊ മക്കൾക്ക് കൊടുത്തില്ലോ എന്നുള്ള ചിന്തയാണ്. പക്ഷെ കുറെയൊക്കെ നമ്മളത് മാറ്റിയെടുക്കാൻ ശ്രമിക്കണം. ഓക്കെ, നമ്മൾ മക്കളെ പട്ടിണി കിട്ടുന്നൊന്നുമില്ല, അവർക്ക് വേണ്ടി എല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു ഹാപ്പി ആയ ഒരു എൻജോയ് ചെയ്യേണ്ട ഒരു സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ അത് ചിന്തിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് ഞാനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞേ ഉള്ളൂ. നമ്മുടെ അമ്മമാരുടെ ഒരു മാനസികാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഇതിൽ ഞാൻ കൂടുതലൊന്നും അതിൽ പറയുന്നില്ല. അമ്മമാര് കുറച്ചുകൂടെ സ്ത്രീകള് അവനവന്റെ കാര്യങ്ങളിൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കുക, അവനവന്റെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. നമ്മളെ വീട്ടിൽ ഉണ്ടാക്കിയ ഭക്ഷണം അതിനൊരു പങ്ക് നമ്മൾ ഫസ്റ്റ് കഴിച്ചെന്ന് വെച്ചിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതേപോലെ നമ്മളെ ഹസ്ബൻഡിന്റെയും മക്കളുടെയും കൂടെ ഇരുന്ന് നമ്മളെ ഷെയർ കഴിക്കുമ്പോൾ എനിക്ക് വേണ്ട എന്ന് മാറ്റി വെക്കേണ്ട ആവശ്യം, നമുക്ക് എന്തും കഴിക്കാം. അപ്പോ ഇത്രേ പറഞ്ഞുള്ളൂ. അപ്പോ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളില് ഞാനിപ്പോ ഒരു ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് എനിക്ക് ആ സമയത്ത് മനസ്സിൽ തോന്നുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ അങ്ങോട്ട് പറയാണ്. അല്ലാതെ ഞാനതങ്ങനെ പ്രിപ്പയർ ചെയ്ത് നോട്ട് ചെയ്ത് അല്ലെങ്കിൽ റേസ് ചെയ്തിട്ടൊന്നും പറയുന്നതല്ല. അതിൻ്റെതായ പോരായ്മകൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിലുണ്ടാവും. സ്പീഡില്ലായ്മ ഉണ്ടാവും, സൗണ്ട് കുറവുണ്ടാവും, അങ്ങനെ പല മിസ്റ്റേക്സ് ഉണ്ടാവും. ദയവ് ചെയ്ത് നിങ്ങൾ ക്ഷമിക്കുക. ഇൻഷാ അല്ലാഹ് പോകെ എല്ലാം ശരിയാവും. പ്രാക്ടീസ് ആണ് കൂടുതൽ നമ്മളെ ബെറ്റർ ആക്കാന്ന് പറയില്ലേ, പ്രാക്ടീസ് ഡെയിലി ചെയ്ത് വരുമ്പോൾ അത് പ്രാക്ടീസ് ബെറ്റർ ആക്കുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അതും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.